ജഹ്റ ഗവർണറേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ കുവൈത്ത് സുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിൽ ഇഖാമ നിയമലംഘകരും കുറ്റവാളികളും ഉൾപ്പെടെ 38 വിദേശികൾ പിടിയിലായി. ഗവർണറേറ്റ് സുരക്ഷാ ഡിപ്പാർട്ട്മെന്റ് മേധാവി ജനറൽ ഇബ്രാഹിം അൽത്തറാഹിന്റെ നിർദ്ദേശപ്രകാരമാണ് വ്യാപക പരിശോധന നടത്തിയത്. ഇഖാമ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് തങ്ങിയവർ, സ്പോൺസർ മാറി ജോലി ചെയ്തവർ, വിവിധ കുറ്റങ്ങളിൽ പിടികൊടുക്കാത്തവർ തുടങ്ങിയവരാണ് പരിശോധനയിൽ അറസ്റ്റിലായത്. ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ സമാന്തര റെയ്ഡിൽ ഗതാഗത നിയമം ലംഘിച്ച 30 പേർക്കെതിരെയും കേസ് ചാർജ് ചെയ്തു. പൊതുസ്ഥലങ്ങൾ, കമ്പനികൾ സ്വകാര്യ പാർക്കിംഗ് ആക്കുന്നതിനെതിരെ ഖത്തർ മുനിസിപ്പൽ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. മുൻകൂർ അനുമതി വാങ്ങാതെയുള്ള ഇത്തരം നടപടികൾ ഗുരുതര നിയമലംഘനമായി പരിഗണിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ഖത്തറിൽ പൊതുവെ കാണപ്പെടുന്ന പ്രവണതയാണ് പൊതുസ്ഥലങ്ങളിലെ അനധികൃത പാർക്കിംഗ്. സ്ഥാപനങ്ങൾക്കും കെട്ടിടങ്ങൾക്കും മുന്നിൽ സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് സാധാരണമാണ്. എന്നാൽ ഇനി മുതൽ ഇത്തരം പ്രവണതകൾ ഗുരുതര നിയമലംഘനമായി പരിഗണിക്കുമെന്ന് ഖത്തർ മുനിസിപ്പൽ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. വ്യാപാര സ്ഥാപനങ്ങൾ തങ്ങളുടെ കടകളുടെ മുന്നിലുള്ള പാർക്കിംഗ് സ്ഥലം സ്വകാര്യമാണെന്ന രീതിയിൽ റിസർവ് ചെയ്യുകയും മറ്റുള്ളവരെ അവിടെ പാർക്ക് ചെയ്യാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നത് നിയമലംഘനമാണ്. പാർക്കിംഗ് ഇടങ്ങൾ ആവശ്യമുള്ളവർക്ക് മന്ത്രാലയത്തിൽ നിന്നും മുൻകൂർ അനുമതി നേടാം. നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ കനത്ത പിഴ കൊടുക്കേണ്ടി വരും. ഇതിനായി പ്രത്യേക പരിശോധക സംഘങ്ങളെ നിയമിച്ചു കഴിഞ്ഞതായി അധികൃതർ അറിയിച്ചു. മീഡിയ 1 ഖത്തർ. സ്തനാർബുദ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഖത്തറിലെ നസീം അൽ റബീഹ് മെഡിക്കൽ സെന്റർ സെമിനാർ സംഘടിപ്പിച്ചു. ദോഹയിലെ സി റിംഗ് റോഡിൽ പ്രവർത്തിക്കുന്ന നസീം അൽ റബീഹിന്റെ പുതിയ സ്ഥാപനത്തിൽ വെച്ചാണ് പരിപാടി നടന്നത്. മലയാളികളടക്കം നിരവധി സ്ത്രീകൾ സംശയ നിവാരണത്തിനും പരിശോധനയ്ക്കുമായി ക്യാമ്പിലെത്തി. മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് കാസിം ഹാരിദാണ് സെമിനാർ ഉദ്ഘാടനം ചെയ്തത്. കുവൈത്തിലെ ഇന്ത്യൻ എംബസിയും ഇന്ത്യൻ ടൂറിസം വകുപ്പും സംയുക്തമായി ഇൻക്രെഡിബിൾ ഇന്ത്യ സെമിനാർ സംഘടിപ്പിച്ചു. വിനോദസഞ്ചാര രംഗത്തും ആരോഗ്യ ചികിത്സാ രംഗത്തും കൂടുതൽ ബോധവൽക്കരണമുണ്ടായാൽ ഇതര രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ സന്ദർശിക്കുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനയുണ്ടാകുമെന്ന് സെമിനാർ വിലയിരുത്തി. വിനോദസഞ്ചാരത്തിനായി ഇന്ത്യയിലേക്ക് വിദേശികളെ ആകർഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇൻക്രെഡിബിൾ ഇന്ത്യ ടൂറിസം സെമിനാർ സംഘടിപ്പിച്ചത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുവൈത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് നൽകുന്ന വിസയുടെ എണ്ണത്തിൽ കാര്യമായ വർധനവുണ്ടായതായി ഉദ്ഘാടന പ്രസംഗത്തിൽ അംബാസഡർ സുനിൽ ജെയിൻ പറഞ്ഞു. കഴിഞ്ഞ വർഷം 10,593 പേരാണ് ഇന്ത്യയിലേക്ക് വിസ എടുത്തത്. എന്നാൽ ഈ വർഷം 9 മാസമായപ്പോൾ തന്നെ വിസ അപേക്ഷകരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടായി. 3 വർഷത്തിനിടെ ഇന്ത്യയിലെത്തിയ സന്ദർശകരിൽ ഏറിയ പേരും GCC രാജ്യങ്ങളിൽ നിന്നാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ വർഷം 33.5% വർധനയാണ് സൗദി അറേബ്യയിൽ നിന്ന് മാത്രമുണ്ടായത്. ഒമാനിൽ നിന്ന് 25.1%, UAE-യിൽ നിന്ന് 23.6% വർധനയുണ്ടായി. ഫർവാനിയ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ നടന്ന സെമിനാറിൽ ഇന്ത്യ ടൂറിസം ദുബൈ റീജിയണൽ ഡയറക്ടർ മനാസ് രഞ്ജൻ പട്നായിക്, ഇന്ത്യൻ എംബസി പ്രസ് ആൻഡ് മീഡിയ സെക്കൻഡ് സെക്രട്ടറി AK ശ്രീവാസ്തവ എന്നിവർ സംസാരിച്ചു. ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവരും മാധ്യമപ്രവർത്തകരും പരിപാടിയിൽ സംബന്ധിച്ചു. തുടർന്ന് സാംസ്കാരിക പരിപാടികളും അരങ്ങേറി. മീഡിയ 1 കുവൈറ്റ് സിറ്റി. കുവൈത്തി എഴുത്തുകാരിക്ക് അന്താരാഷ്ട്ര പുരസ്കാരം. മായി അൽ നാഖിബിന്റെ ദ ഹിഡൻ ലൈറ്റ് ഓഫ് ഒബ്ജക്ട്സ് എന്ന ചെറുകഥാ സമാഹാരമാണ് എഡിൻബറോ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പുരസ്കാരത്തിനർഹമായത്. 44-കാരിയായ മായി അൽ നാഖിബിന്റെ പ്രഥമ കഥാസമാഹാരമാണ് ദ ഹിഡൻ ലൈറ്റ് ഓഫ് ഒബ്ജക്ട്സ്. ബ്ലൂംസ്ബെറി ഖത്തർ ഫൗണ്ടേഷൻ പബ്ലിഷിംഗ് പ്രസിദ്ധീകരിച്ച പുസ്തകം പശ്ചിമേഷ്യൻ ജനതയുടെ ജീവിതമാണ് വരച്ചുകാട്ടുന്നത്. ഇസ്രായേലിന്റെ ഫലസ്തീൻ അധിനിവേശം, ഇറാഖിന്റെ കുവൈത്ത് അധിനിവേശം എന്നിവയുടെ പശ്ചാത്തലത്തിൽ സാധാരണക്കാരുടെ കൗമാരവും വിവാഹവും മധ്യവയസ്സും അനാവരണം ചെയ്യുന്ന രീതിയിലാണ് മായി കഥ പറയുന്നത്. അമേരിക്കയിലെ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ PhD കരസ്ഥമാക്കിയ ശേഷം കുവൈത്ത് യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസും കമ്പാരറ്റീവ് ലിറ്ററേച്ചറും പഠിപ്പിക്കുകയാണ് മായി അൽ നാഖിബ്. മുനീർ അഹമ്മദ്, മീഡിയ 1 കുവൈറ്റ് സിറ്റി. കേരളത്തിൽ ചുംബന വിവാദം ചൂടുപിടിച്ചിരിക്കെ മലയാളത്തിലെ ആദ്യ ചുംബന കവിതാ സമാഹാരം പുറത്തിറക്കി ശ്രദ്ധേയനാവുകയാണ് ഒരു പ്രവാസി എഴുത്തുകാരൻ. മസ്കത്തിലെ നാസർ കൂടാളിയാണ് അടുത്തിടെ മലയാളത്തിലെ 42 എഴുത്തുകാരുടെ ചുംബന കവിതകൾ സമാഹരിച്ച് പുസ്തകമാക്കിയത്. നിനക്ക് മാത്രമായുള്ള ചുംബനം എന്ന പേരിൽ സച്ചിദാനന്ദൻ, കുരീപ്പുഴ ശ്രീകുമാർ തുടങ്ങി ഗീതാരാജൻ വരെയുള്ള മലയാളത്തിലെ എണ്ണം പറഞ്ഞ 42 എഴുത്തുകാരുടെ കവിതകൾ. പുതിയ കാലം അത്രത്തോളം കാൽപ്പനികമല്ലെന്ന് തിരിച്ചറിഞ്ഞു തന്നെയാണ് ഈ സാഹസത്തിന് മുതിരുന്നതെന്ന് പ്രസാധകക്കുറിപ്പിന്റെ ആദ്യ വരിയിൽ പുസ്തകം പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ കവിത ആവശ്യപ്പെട്ടപ്പോൾ കവികളും ആദ്യമൊന്ന് അറച്ചാണ് ചുംബനത്തിന്റെ കാവ്യമധുരം പങ്കുവച്ചതെന്ന് എഡിറ്റർ നാസർ കൂടാളി പറയുന്നു. സച്ചിദാനന്ദൻ കവിത അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: പൊതുസ്ഥലത്ത് പ്രകോപനപരമായി പകർന്നു നൽകുന്ന സ്വകാര്യ ചുംബനമാണ് കവിത. വാത്സല്യത്തോടെ മാതാപിതാക്കളുടെ ചുംബനം മുതൽ മൃതദേഹത്തിലെ അന്ത്യചുംബനം വരെ കവിതയ്ക്ക് വിഷയമാകുന്നുണ്ട്. ചുംബനം എന്നത് സെക്സ് മാത്രമല്ലെന്ന്, മരിച്ചവരെ ചുംബിക്കുകയും പ്രകൃതിയെ ചുംബിക്കുകയും മനുഷ്യനെ ചുംബിക്കുകയും മകളെ ചുംബിക്കുകയും കാമുകിയെ ചുംബിക്കുന്നു എല്ലാം ഈ കവിതയിൽ വിഷയമാകുന്നുണ്ട്.
ആഴ്ചകൾക്ക് മുമ്പ് പുസ്തകത്തിന്റെ ആദ്യ പതിപ്പിറങ്ങുമ്പോൾ കേരളം ചുംബനത്തെ ഇത്രത്തോളം ഗൗരവത്തിൽ ചർച്ച ചെയ്യുമെന്ന് നാസർ പ്രതീക്ഷിച്ചിരുന്നില്ല. 8 വർഷമായി മസ്കത്തിൽ ജോലി ചെയ്യുന്ന നാസർ സുഹൃത്ത് ജസ്റ്റിനൊപ്പം തുടക്കമിട്ടതാണ് സൈഗതം ബുക്സ്. ഒമാനിലെ സുനിൽ സലാം, വിശാഖ് ശങ്കർ തുടങ്ങി വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ 9 പ്രവാസികളുടെ കവിതകളും ഇതിലുണ്ട്. ചുംബന വിവാദകാലത്തെ ആധുനിക മലയാളിയോട് നാസറിന് ഒരു അഭ്യർത്ഥനയുണ്ട്. വിഷയം ചുംബനമായതുകൊണ്ട് ഈ കവിതാ സമാഹാരത്തെ അശ്ലീല കവിതകൾ എന്ന് വിളിക്കരുതെന്ന്. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്. 10 ദിവസമായി തുടരുന്ന അബുദാബി രാജ്യാന്തര ചലച്ചിത്രമേള ഇന്ന് അവസാനിക്കും. അന്താരാഷ്ട്ര ഷോർട്ട് ഫിലിം മത്സര വിഭാഗത്തിൽ മാൻ വിത്ത് എ ഡോഗ്, ലവ് ഇൻ ദ ടൈം ഓഫ് മാർച്ച്, മാഡ്നസ് എന്നിവയ്ക്കാണ് പുരസ്കാരം. നരേറ്റീവ് ഫീച്ചർ, ന്യൂ ഹൊറൈസൺസ്, ഡോക്യുമെന്ററി, എമിറേറ്റ്സ് സിനിമ, അന്താരാഷ്ട്ര ഹ്രസ്വചിത്രം, ഏഷ്യൻ സിനിമ പ്രൊമോഷൻ തുടങ്ങിയ വിഭാഗങ്ങളിലായി 100 കണക്കിന് ചിത്രങ്ങളാണ് അബുദാബി മേളയിൽ പ്രദർശിപ്പിക്കപ്പെട്ടത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖരായ സംവിധായകർ, നിർമ്മാതാക്കൾ, അഭിനേതാക്കൾ, രചയിതാക്കൾ, നിരൂപകർ എന്നിവരുടെ സജീവ സാന്നിധ്യവും മേളയെ മികച്ചതാക്കി. UAE സംവിധായകൻ അലി മുസ്തഫയുടെ A2B എന്ന സിനിമയോടെയാണ് ഒക്ടോബർ 23-ന് മേളയ്ക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് 63 രാജ്യങ്ങളിൽ നിന്നുള്ള 300-ലേറെ ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിച്ചത്. അബുദാബി, ദുബൈ ചലച്ചിത്രമേളകൾ രൂപപ്പെടുത്തിയ ഉണർവ് UAE സിനിമാ മേഖലയ്ക്ക് വലിയ കരുത്താണ് പകരുന്നത്. 53 ചിത്രങ്ങളാണ് UAEയുടേതായി ഇത്തവണ മേളയിൽ പ്രദർശിപ്പിച്ചത്. ആദിത്യ വിക്രം സെൻഗുപ്തയുടെ ബംഗാളി നിശബ്ദ ചിത്രമായ ലേബർ ഓഫ് ലവ് മാത്രമാണ് ഇന്ത്യയിൽ നിന്നും ഇത്തവണ മേളയിൽ വന്നത്. ബോളിവുഡ് നടൻ ഇർഫാൻ ഖാൻ, നടി പ്രിയങ്ക ചോപ്ര എന്നിവരും അബുദാബി മേളയിലെത്തി. അന്താരാഷ്ട്ര സിനിമകൾക്കൊപ്പം അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള ഏറ്റവും പുതിയ ചിത്രങ്ങളും മേളയെ കൂടുതൽ സമ്പന്നമാക്കി. ഓരോ സിനിമയെക്കുറിച്ചും തുറന്ന സംവാദങ്ങൾക്കും മേളയിൽ അവസരം ഒരുക്കിയിരുന്നു. ലോക സിനിമയിൽ കാതലായ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അറബ് സിനിമാ മേഖലയിലും അതിന്റെ പ്രതിഫലനം വളരെ പ്രകടമാണ്. അബുദാബിയിലെ എമിറേറ്റ്സ് പാലസിൽ നിന്ന് ക്യാമറാമാൻ യൂസഫ് അലിക്കൊപ്പം MCA നാസർ, മീഡിയ 1. ദമാസ്കസിൽ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്കിടയിൽ സൈക്കിൾ യാത്രയ്ക്ക് പ്രിയമേറുന്നു. വർദ്ധിച്ചു വരുന്ന ബസ്, ടാക്സി നിരക്കുകളും ട്രാഫിക് ജാമുമാണ് വിദ്യാർത്ഥികളെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സൈക്കിൾ യാത്ര പരിഹാരമാകുന്നുണ്ടെന്നാണ് വിദ്യാർത്ഥികളുടെ പക്ഷം. ദമാസ്കസിൽ യുവതികൾക്കും യുവാക്കൾക്കുമിടയിൽ ഇപ്പോൾ സൈക്കിളാണ് താരം. യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ നിർത്തിയിട്ടിരിക്കുന്ന സൈക്കിളുകളുടെ ഈ നീണ്ട നിര തന്നെയാണ് അടുത്ത കാലത്തായി യുവാക്കളിൽ സംഭവിക്കുന്ന മാറ്റത്തിന്റെ തെളിവ്. തിരക്കേറിയ നിരത്തിൽ സമയവും സമ്പത്തും ലാഭിക്കാൻ സൈക്കിൾ തന്നെ ശരണമെന്നാണ് അനുഭവസ്ഥരുടെ സാക്ഷ്യം. وكثير انا كان شخص يعني بدي اروح على الجامعه واشتغل بعدين فكان بدي استفيد من وقتي يعني وهي كانت وسيله اني كثير اتنقل بسرعه واستفيد من الوقت. بتعرفي هلا اي تاكسي مو اقل من 300-400 ليره، اذا بالباص يعني صحي الاجرار بسيطه بس انه وقت كثير طويل. സിറ്റിയിൽ സൈക്കിൾ കട നടത്തുന്ന ഫവാസ് ബഹ്ബുയിന്റെ അഭിപ്രായത്തിൽ യുവാക്കളെക്കാൾ യുവതികളാണ് സൈക്കിൾ ആവശ്യക്കാരിൽ ഏറെയും. تركب مثلا سيرفيس كمان نفس المشكله، تركب تاكسي تعرفي انت يعني مشاكل التاكسي والعجقه وهالامور هي، فما لقوا انسب شيء هو البسكليت. സൈക്കിൾ യാത്രയെ പ്രോത്സാഹിപ്പിക്കാൻ സൈക്കിൾ യാത്രികർക്ക് സർക്കാർ സൗജന്യ ലൈസൻസ് അനുവദിക്കുന്നുമുണ്ട്. സാധാരണഗതിയിൽ ഒരു യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിക്ക് സൈക്കിൾ വാങ്ങി ലൈസൻസ് സ്വന്തമാക്കാൻ 16,000 സിറിയൻ പൗണ്ട് ആവശ്യമാണെന്നിരിക്കെയാണ് ലൈസൻസ് സർക്കാർ സൗജന്യമായി നൽകുന്നത്. 4 വർഷമായി തുടരുന്ന ആഭ്യന്തര യുദ്ധം സിറിയയുടെ സാമ്പത്തിക, സാമൂഹിക രംഗങ്ങളെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. താരതമ്യേന സുരക്ഷിതമായ തലസ്ഥാന നഗരി ദമാസ്കസിൽ പോലും എണ്ണയുടെയും ഭക്ഷ്യവിഭവങ്ങളുടെയും ദൗർലഭ്യം രൂക്ഷമാണ്. എണ്ണരഹിത ഗതാഗത മാർഗങ്ങളിലേക്കുള്ള യുവാക്കളുടെ കുത്തൊഴുക്കിന് ട്രാഫിക് ജാമിനൊപ്പം സാമ്പത്തിക പ്രതിസന്ധിയും കാരണമായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, മീഡിയ 1. ഭോപ്പാൽ വാതക ദുരന്ത കേസിലെ കുറ്റാരോപിതനായ യൂണിയൻ കാർബൈഡ് കോർപ്പറേഷൻ മുൻ CEO വാറൻ ആൻഡേഴ്സൺ അന്തരിച്ചു. ഫ്ലോറിഡയിലെ ആശുപത്രിയിൽ സെപ്റ്റംബർ 29-നായിരുന്നു അന്ത്യം. എന്നാൽ ഇന്നാണ് മരണവിവരം പുറത്തുവന്നത്. നീതി കാത്തിരുന്ന ദുരന്തബാധിതർക്ക് മരണവാർത്ത കനത്ത തിരിച്ചടിയാണ്. സെപ്റ്റംബർ 29-ന് US ഫ്ലൈയിലെ ഒരു നഴ്സിംഗ് ഹോമിലായിരുന്നു ആൻഡേഴ്സിന്റെ അന്ത്യം. എന്നാൽ മരണവിവരം ബന്ധുക്കൾ രഹസ്യമാക്കി വെച്ചു. ആശുപത്രി രേഖകളിൽ നിന്ന് മരണവിവരം അറിഞ്ഞ് ന്യൂയോർക്ക് ടൈംസാണ് സംഭവം പുറത്തുവിട്ടത്. ആൻഡേഴ്സന്റെ മരണവാർത്ത ഭോപ്പാൽ ദുരന്തബാധിതരെ രോഷാകുലരാക്കി. ഇപ്പോഴും ദയനീയ സ്ഥിതിയിലാണ് ഭൂരിഭാഗം ദുരിതബാധിതരും കഴിയുന്നത്. ആൻഡേഴ്സന്റെ മരണത്തോടെ കേസ് ദുർബലമാകുന്നത് തടയാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് ഇവരുടെ ആവശ്യം. वारेन एंडरसन की मौत के लिए भी एक सीक्रेट बना के रखा गया, ना तो भारत सरकार को इसकी जानकारी कि एंडरसन की मृत्यु हो गई, जबकि एंडरसन प्रमुख आरोपी है. एंडरसन के खिलाफ 92 में डिस्ट्रिक्ट कोर्ट द्वारा गैर जमानती वारंट भी जारी किया गया. 1983-ലെ ഭോപ്പാൽ ദുരന്ത സമയത്ത് യൂണിയൻ കാർബൈഡ് കോർപ്പറേഷൻ CEO ആയിരുന്നു ആൻഡേഴ്സൺ. 10,000-ലേറെ പേർ മരിച്ച സംഭവത്തിൽ കൊലപാതക കുറ്റത്തിന് ആൻഡേഴ്സനെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു.
എന്നാൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ആൻഡേഴ്സൺ ഇന്ത്യ വിട്ടു. പിന്നീട് കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ച കമ്പനി ഇന്ത്യൻ സർക്കാരിന് കോടികൾ നൽകിയതായി ആരോപണമുയർന്നിരുന്നു. ആൻഡേഴ്സനെ അമേരിക്ക സംരക്ഷിക്കുകയും ചെയ്തു. 1992 ഭോപ്പാൽ ചീഫ് മജിസ്ട്രേറ്റ് കോടതി ആൻഡേഴ്സനെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചു. തുടർന്ന് നിരവധി തവണ വാറന്റ് പുറപ്പെടുവിച്ചിട്ടും ആൻഡേഴ്സൺ കോടതിയിൽ ഹാജരായില്ല. കേസിൽ ആൻഡേഴ്സൺ കുറ്റക്കാരനാണെന്നതിന് തെളിവില്ലെന്ന് വാദിച്ച അമേരിക്ക അദ്ദേഹത്തെ ഇന്ത്യക്ക് കൈമാറാനും തയ്യാറായില്ല. ആൻഡേഴ്സൺ അടക്കമുള്ള പ്രതികളെ വിട്ടുകിട്ടാത്തത് ഭോപ്പാലിൽ മഹാദുരന്തം വിതച്ച കേസ് അനിശ്ചിതമായി നീളാനിടയാക്കി. ഇതേ തുടർന്നാണ് ആൻഡേഴ്സനെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചത്. കേസിൽ വിധി പറഞ്ഞെങ്കിലും അത് പിന്നീട് സ്റ്റേ ചെയ്തു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. മക്ക മദീന പുണ്യനഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഹറമൈൻ റെയിൽവേ പദ്ധതി അതിവേഗം പൂർത്തിയായി വരികയാണെന്നും റെയിൽവേ എഞ്ചിനും ബോഗികളും ഡിസംബറിൽ സൗദിയിലെത്തുമെന്നും സൗദി റെയിൽവേ വൃത്തങ്ങൾ അറിയിച്ചു. റെയിൽവേ എഞ്ചിനും 13 ബോഗികളും ജിദ്ദയിലെ ഇസ്ലാമിക് കപ്പൽ തുറമുഖത്ത് അടുത്ത മാസം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് റെയിൽവേ മേധാവി എഞ്ചിനീയർ മുഹമ്മദ് അസ്തു വൈക്കത്ത് പറഞ്ഞു. 13 ബോഗികളിൽ 3 എണ്ണം ഫസ്റ്റ് ക്ലാസ് യാത്രക്കാർക്കും 7 എണ്ണം സെക്കൻഡ് ക്ലാസ്സിനുമുള്ളതാണ്. മണിക്കൂറിൽ 300 കിലോമീറ്റർ വേഗത്തിലുള്ള ഹറമൈൻ റെയിൽവേ യാഥാർത്ഥ്യമാവുന്നതോടെ തീർത്ഥാടകരുടെ സൗദിയിലെ ആഭ്യന്തര യാത്രയുടെ സമയം ഗണ്യമായി കുറക്കാനാവുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. 5 സ്റ്റേഷനുകളുള്ള ഹറമൈൻ റെയിൽവേ റെയിൽപാളം നിർമ്മാണം ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. തെരുവ് കച്ചവടം നടത്തുന്നവരെ പിടികൂടാനുള്ള പരിശോധന റിയാദ് നഗരസഭ കർശനമാക്കി. തലസ്ഥാനത്തെ വിവിധ പള്ളികൾ കേന്ദ്രീകരിച്ച് കച്ചവടം നടത്തുന്നവരെ പിടികൂടാൻ നഗരസഭ നടത്തിയ പരിശോധനയിൽ 5 വിദേശികൾ പിടിയിലായതായി പരിശോധനാ വിഭാഗം അറിയിച്ചു. 3500 പെട്ടി പഴവർഗ്ഗങ്ങളും ഇവ വിൽപ്പന നടത്താൻ ഉപയോഗിച്ച വിദേശിയുടെ ഉടമസ്ഥതയിലുള്ള വാഹനവും നഗരസഭ പിടിച്ചെടുത്തു. കുവൈത്തിലെ അൽ ദുദൈലിയാത്ത് ഭാഗത്ത് ഡ്രെയിനേജ് മാൻഹോളിൽ ഏഷ്യക്കാരിയുടേത് എന്ന് തോന്നിപ്പിക്കുന്ന മൃതദേഹം കണ്ടെത്തി. അജ്ഞാത സംഘം കൊലപ്പെടുത്തിയ ശേഷം തെളിവുകൾ നശിപ്പിക്കുന്നതിനായി മാൻഹോളിൽ ഉപേക്ഷിച്ചതായിരിക്കുമെന്നാണ് പോലീസ് നിഗമനം. കൂടുതൽ പരിശോധനകൾക്കായി മൃതദേഹം ഫോറൻസിക് വിഭാഗത്തിന് കൈമാറി. മറ്റൊരിടത്ത് പാകിസ്ഥാനി യുവാവിനെ തലക്കടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. കൈകാലുകൾ ബന്ധിച്ച നിലയിലായിരുന്നു മൃതദേഹം. കൊലയാളികൾക്കായി പോലീസ് അന്വേഷണം തുടങ്ങി.